ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട്, കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഇതിൽ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അവിടെ ഇപ്പോഴും സൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുക്കിംഗ് വീഡിയോയാണ്. ഇതാ ബാക്കിൽ വന്ന് ചിക്കു അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിലേക്കുള്ള കറികളൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കു ഇവിടെ കയറി ഇരുന്ന് വായുനോട്ടം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഒരു ഹോബിയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അതുവഴി മരങ്ങളിലൊക്കെ കാണാനും. പിന്നെ അവിടെ മിന്നു വരും, നമ്മുടെ മിന്നു അവിടെ വരും. അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കലാണ് എൻ്റെ പണി. അപ്പം ഇനി നമുക്ക് കുക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ അവിയലും പിന്നെ മീൻ വറുക്കാനുമാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാവിലെ വെച്ച സാമ്പാറുണ്ട്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീനും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മീനിലേക്ക് മസാല തേച്ചിട്ട് വെക്കാം, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ഉപ്പ്, ഒരല്പം വിനാഗിരി ഇത്രയും ചേർത്തൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഒരല്പം ജീരകം ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കേണ്ട, ചതച്ചെടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാവേ. ഇനി അവസാനമായിട്ട് ഒരു 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഇപ്പോൾ അവിടെ മസാലയൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി അതെടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്കിവിടെ മീൻ നല്ലപോലെ മുരിയണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വശം ഒരു 6-7 മിനിറ്റോളം ഒരു വശം ഞാൻ വേവിക്കാറുണ്ട്. അതിനെ തിരിച്ച് മറിച്ചിട്ട് മീൻ വറുത്തത് റെഡിയാക്കി എടുത്തിട്ടാ. അപ്പോൾ പിന്നെ രാവിലെയുള്ള സാമ്പാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി. അപ്പോൾ ഇനി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? അപ്പോൾ എൻ്റെ വീഡിയോയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.